ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, എന്തെല്ലാം ഉണ്ട് വിശേഷം? എൻ്റെ രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് അമൃതം പൊടി കൊണ്ട് നമ്മൾ പുട്ടാണ് ആക്കുന്നത്. രാവിലത്തെ ചായക്കുള്ള പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഹിബമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ നമുക്കിന്ന് കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നുണ്ട് ഇക്ക മാർക്കറ്റിൽ നിന്ന്. അത് ശരിയാക്കാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു കേട്ടോ. അപ്പോൾ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 280-300 രൂപയോളം ഉണ്ട് കേട്ടോ. ചെമ്മീനിന് ഇപ്പോൾ നല്ല റേറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വലുപ്പം ഉണ്ട്. ചെറിയ കുഞ്ഞേതാവുമ്പോൾ നമുക്ക് കുറച്ച് നേരാക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടോ. പക്ഷേ ഹിബമോൾക്ക് ഒരു മടിയില്ല കേട്ടോ. ഈ മീനിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ അത് നേരാക്കാനൊന്നും ഒരു മടിയില്ല. പക്ഷെ നേരെ മറിച്ച് ഹിബമോൾക്ക് ഭയങ്കര അറപ്പാണ് കേട്ടോ. കഴിക്കാൻ ഒരു മടിയില്ല. പക്ഷേ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അവളുടെ കയ്യിലാവുന്നതൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനും ഹിബമോളും കൂടിയിട്ടാണ് കേട്ടോ അത് ക്ലീൻ ചെയ്യണത്. ഹിബമോൾ ഈസി ആയിട്ട് ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യും കേട്ടോ. കാരണം കുറേ ആയില്ലേ ഇക്ക മാർക്കറ്റിലുള്ളപ്പോൾ തന്നെ ദിവസമൊന്നും കൊണ്ടിട്ടില്ല കേട്ടോ. വല്ലപ്പോഴും പൂതി തോന്നുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ തന്നെ ഇതാ ഹിബമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പുറത്തെ അവരുടെ തൊലി ഊരാൻ എളുപ്പമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവരുടെ വേസ്റ്റ് എടുക്കണമല്ലോ, അതാണ് കുറച്ച് ടാസ്ക്. പക്ഷെ അതൊക്കെ ഈസി ആയിട്ട് ഹിബമോൾ വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അവൾ വലിച്ചെടുക്കണത് കണ്ടിട്ട് ഹിബമോൾക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. കാരണം എന്താണ് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ അവർ സംസാരിക്കണത്. ഞാൻ പിന്നെ അവിടെ ഒന്ന് മ്യൂട്ടാക്കി. കാരണം അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കൂട്ടമായ സംസാരമാണ്. ഞാനും ലുബമോളും ഹിബമോളും കൂടി ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ഒക്കെ ഒന്ന് മ്യൂട്ടാക്കി കേട്ടോ. ആദ്യം ഞങ്ങൾ ഓൺ വോയിസ് ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളുടെ ഓൺ വോയിസിൽ പല പല സംസാരങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ഞങ്ങൾ മ്യൂട്ട് അടിച്ചിട്ടാ. എന്നിട്ട് ഞാൻ എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ഇത് ഷെയർ ആക്കണത്. അങ്ങനെ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വേസ്റ്റാണ് കൂടുതൽ കേട്ടോ. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം. അങ്ങനെ ഇതൊന്ന് കറി ആക്കണം, പിന്നെ കുറച്ച് ഫ്രൈ ആക്കണം കേട്ടോ. പിന്നെ ഇന്ന് സ്കൂളിൽ പോകണം. ലുബമോളുടെ സ്കൂളിൽ അവൾക്ക് ബുക്സൊക്കെ മേടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ തേങ്ങയൊക്കെ വേഗം അരച്ച് മക്കളിതാ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോഴേക്കും ഞാൻ ചെമ്മീൻ കറി ആക്കിയിട്ടോ. രാവിലെ 10 മണി ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും എൻ്റെ കറി എല്ലാം ആയി കഴിഞ്ഞു. കാരണം സ്കൂളിൽ പോയി തിരിച്ച് വരുമ്പോൾ ലഞ്ചിൻ്റെ ടൈം ആവും. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാമല്ലോ വന്നാൽ. ചെമ്മീൻ തന്നെ നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ തേങ്ങ അരപ്പ് ഉണ്ടായിരുന്നത് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പിന്നെ ഉള്ളിയിട്ട് തൂമിച്ച് മാറ്റി വെച്ചിട്ടോ. വേപ്പില ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്രണ്ട്സ്, ഫുഡെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാനും മക്കളും ഉക്കാടെ ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ ലുബമോളുടെ സ്കൂളിൽ പോയിട്ടോ. ഇതാണ് കേട്ടോ ലുബമോളുടെ സ്കൂൾ. ഞാൻ ഇടയ്ക്ക് ഇതിൽ കാണിക്കാറുണ്ട്. ഇങ്ങനെ എന്തിനേലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇതിലെടുക്കാറുണ്ട്. അങ്ങനെ ഇതാ സ്കൂളിൽ പോയി ബുക്സ് മേടിക്കാൻ വേണ്ടുള്ളൂ കേട്ടോ. വേറെ ഇതൊന്നുമില്ല. അങ്ങനെ ബുക്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ. ഒരുപാട് പേരൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ സ്കൂളിൽ എത്തിയിട്ട് നമ്മൾ ബുക്സ് ഒക്കെ മേടിച്ചിട്ടോ. ഞാൻ എടുത്തത് ക്യാമറ ഒക്കെ ഒന്ന് വളഞ്ഞു തിരിഞ്ഞു പോയതുകൊണ്ട് തന്നെ എങ്ങനെയെന്നുള്ളതൊന്നും അറിയണില്ല. അപ്പോൾ ഉള്ളതൊക്കെ ഞാൻ ഇതിൽ ആഡാക്കിയതാണ് കേട്ടോ. അങ്ങനെ ബുക്സ് മേടിച്ചു. പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ ക്യാഷ് കൊടുക്കണമായിരുന്നു. ക്യാഷ് കൊടുത്ത് ബുക്സ് മേടിച്ചു. ഒരട്ടിക്കുള്ള ബുക്ക് ഉണ്ട് കേട്ടോ. ഏറ്റിയ പൊങ്ങോട് പോലുമില്ല, അങ്ങനെ ബുക്കുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് ചെമ്മീൻ മസാല കൂട്ടിയതൊക്കെ ഫ്രൈ ആക്കിയതിന് ശേഷം ഫുഡെല്ലാം കഴിച്ചിട്ടാ. ഒന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷം ഹിബമോള് ചായക്കുള്ള പലഹാരം വാങ്ങാൻ പോയിക്കാണ് കേട്ടോ. അങ്ങനെ ഒന്ന് പരിപ്പ് വടയാണ് കിട്ടിയത്. അങ്ങനെ പരിപ്പ് വടയും കൂട്ടി ഞങ്ങൾ ചായ കുടിച്ചു.